എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്ക് അങ്ങ് ഉണ്ടാക്കിയാലോ. അമൃതം പൊടി എന്ന് കേൾക്കുമ്പോഴേ പലർക്കും അങ്ങ് കലി വരും. കാരണം അമൃതം പൊടിയുടെ ടേസ്റ്റ് കുട്ടികൾക്കും ഇഷ്ടമല്ല, മുതിർന്നവർക്കും ഇഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അംഗൻവാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വളരെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊടിയാണിത്. പക്ഷേ അത്രയും കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് ഈ അമൃതം പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ പിന്നെ ഈ അമൃതം പൊടി വെച്ചിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം നമുക്കങ്ങ് ഉണ്ടാക്കാം. ഇത് ചായയുടെ കൂടത്തിലും കഴിക്കാം, ചുമ്മാ എടുത്ത് കഴിക്കാനാണെങ്കിലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അമൃതം പൊടി എന്താണെന്ന് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും, എല്ലാവർക്കും അറിയാമല്ലോ. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അംഗൻവാടികളിൽ നിന്ന് കിട്ടുന്ന ഒരു പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു പൊടിയാണിത്. അപ്പോൾ എല്ലാവരുടെയും വീടുകളിലൊന്നും ഇത് കിട്ടത്തില്ല, കുഞ്ഞു കുട്ടികളുള്ളവരുടെ വീടുകളിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പം അടുത്ത വീടുകളിലോ ബന്ധു വീടുകളിലോ ഒക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് നോക്കുകയാണെങ്കിൽ 1-2 പാക്കറ്റൊക്കെ കിട്ടും. കാരണം അത് മുഴുവൻ ഈ അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് മുഴുവനൊന്നും ഈ കുഞ്ഞു കുട്ടികൾക്ക് ആവശ്യം ഉണ്ടാവത്തില്ല. അതുകൊണ്ടേ അപ്പോൾ ആദ്യമേ ഞാൻ ഈ പൊടി അങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു 6 ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് പൂവമ്പഴമോ ചെറുപഴമോ, ഇനിയിപ്പം ഈ ചെറുപഴം ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിവിടെ ഒരു 6 ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് പകരം ഒരു 2 ഏത്തപ്പഴം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ മുറിച്ച് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം റോബസ്റ്റ പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, വാഴപ്പഴമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വാഴപ്പഴമൊക്കെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് മുറിച്ചിട്ടതിന് ശേഷം ഒരു 4 ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കേട്ടോ. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ടിരിക്കുന്നത് പോലെ തോന്നി. ഇതുകൊണ്ട് ഞാനൊരു ഇത്തിരി പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ വേറൊരു പാൻ ചൂടായി കഴിഞ്ഞപ്പം 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഈ തേങ്ങാക്കൊത്ത് നല്ല കനം കുറച്ചാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത് ചേർക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എന്ന് നെയ്യിലേക്കകത്ത് വറുത്തൊക്കെ ഇന്ന് ഇട്ട് കൊടുത്തേക്കുവാണെങ്കിൽ കുറച്ച് ടേസ്റ്റൊക്കെ അങ്ങ് കൂടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. ഇനിയിപ്പം തേങ്ങാക്കൊത്ത് ചേർക്കാതെ തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാനാണ് അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ ചിരകി ഇത് നെയ്ക്കകത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാലും മതി, അതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാക്കൊത്തിൻ്റെ കളറങ്ങ് മാറി ബ്രൗൺ കളറായി തുടങ്ങുമ്പം പെട്ടെന്ന് അതങ്ങ് കോരിയെടുക്കാം. നെയ്ക്കകത്ത് കിടന്ന് അത് കരിഞ്ഞു പോകാൻ പാടില്ലല്ലോ. ഇനിയിപ്പം തേങ്ങാക്കൊത്തിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഈ മാവിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കാൻ കേട്ടോ. കുറച്ച് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങ അതുപോലെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് നെയ്ക്കകത്തിട്ട് വറുത്ത് എടുത്ത് അതിനുള്ളിലേക്ക് ചേർക്കുവാണെങ്കിൽ അതും കൂടുതൽ ടേസ്റ്റും കൂടുതൽ ഹെൽത്തിയും ആയിരിക്കും. അപ്പോൾ അതാണ്ട് ഈ തേങ്ങാക്കൊത്തെല്ലാം കോരിയെടുത്തതിന് ശേഷം ഈ നെയ്യ് ഞാനൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതും നമുക്ക് ഉപയോഗമുണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് ഞാൻ വേറെ കുറച്ചൊരു മുഴുത്ത പാത്രത്തിലേക്ക് നമ്മളുടെ അമൃതം പൊടി ഉണ്ടല്ലോ, അത് ഒരു 250 ml കപ്പിൽ 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അടിച്ച് വെച്ചിരുന്നത്, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അത് പഴം ഒക്കെ അടിച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങാക്കൊത്തൊക്കെ വറക്കാൻ പോയി ആ നേരത്തേന് പഴം നല്ല ഹാർഡായിപ്പോയി കേട്ടോ. കണ്ടോ എങ്ങനെ ഇരിക്കണേന്ന്. പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങാക്കൊത്ത് വറുത്തി ആ നെയ്യ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് വടിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ പലഹാരത്തിനൊക്കെ ഈ ഡ്രൈ ഫ്രൂട്ട്സോ തേങ്ങാക്കൊത്തോ അങ്ങനെ എന്തെങ്കിലും നെയ്ക്കകത്തിട്ട് വറുക്കുകയാണെങ്കിൽ ആ നെയ്യ് കളയാറില്ല, അതിങ്ങനെ ആ പലഹാരത്തിൻ്റെ മാവിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിക്കുകയാണ് പതിവ് കേട്ടോ. പിന്നെ കുറച്ച് ബദാം നല്ല കനം കുറച്ച് കുനുകുനാന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വേറെ വറുത്തിട്ടൊന്നുമില്ല, ബദാം നല്ല പോലെ പൊടിയായിട്ട് അരിഞ്ഞതല്ലേ, അപ്പോൾ അതങ്ങനെ തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു 150 ml ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതൊരുവിധം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 150 ml ഗ്ലാസ്സിൽ ഒരു 1/2 ഗ്ലാസ്സിന് മേലെ വെള്ളം ഉരുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതിലേക്ക്. ഈ വെള്ളം ഉരുക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഞാൻ 2 ദിവസം മുമ്പ് പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം ഉരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ വെള്ളം ഉരുക്കിയതിൻ്റെ ബാക്കി വന്നത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ.
അപ്പോൾ നമ്മൾക്ക് മധുരം എന്തുമാത്രം ആവശ്യമുണ്ടെന്ന് വെച്ച് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ അമൃതം പൊടിക്ക് ചെറുതായിട്ടൊരു മധുരമുണ്ട്, പിന്നെ നമ്മൾ ചേർത്ത പഴത്തിൻ്റെ ചെറുതായിട്ടുള്ള ഒരു മധുരമുണ്ട്. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പഞ്ചസാരയേക്കാളും നല്ലത് വെല്ലം തന്നെയാണ്. പിന്നെ ഇനി ഒട്ടും മധുരം കഴിക്കാത്ത ആൾക്കാർ, ഷുഗറുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വെല്ലം ഉരുക്കിയത് ചേർക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. പൊടിയുടെ എല്ലാ സൈഡിലും നല്ലപോലെ നനവൊക്കെ എത്തണം. അങ്ങനെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടുത്ത പണിയിലേക്ക് കടക്കാം. അപ്പം ഞാനിത് അപ്പച്ചമ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്നുള്ളവർക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പം പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കൂടുതൽ നെയ്യൊക്കെ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, കാരണം ഞാനിവിടെ തന്നെ ഉണ്ടാക്കുന്ന നെയ്യാണ്. അപ്പം ഉള്ളത് കൊണ്ടാണ് ധൈര്യമായിട്ട് ഞാനങ്ങ് ചേർക്കുന്നത് കേട്ടോ. അങ്ങനെ നെയ്യ് പരട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് ഈ ഒരു പാത്രത്തിൽ ഇടാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മാവ് മുഴുവൻ ഒറ്റയടിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടോ. അപ്പോൾ ഇത് മുഴുവൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഈ പാത്രത്തിൽ മാവൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് വരുമ്പോൾ ഉണ്ടാവും പാത്രത്തിൽ സ്പൂണിലൊക്കെ, അതൊക്കെ അങ്ങ് വടിച്ചിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലെവൽ ചെയ്ത് കൊടുക്കാൻ നേരത്തുണ്ടല്ലോ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കൈ ഒന്ന് നനച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇത് കണ്ടോ, ഞാനിപ്പോൾ ചെയ്യുന്ന കണ്ടോ, അപ്പോൾ അതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഞാൻ അപ്പച്ചമ്പിലുണ്ടല്ലോ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിളച്ച് തുടങ്ങുന്നുണ്ട് വെള്ളം. അപ്പോഴേക്കും ഞാൻ ഈ അപ്പച്ചമ്പിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം ഞാനിത് എടുത്തിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയെടുത്ത വീഡിയോ ക്ലിപ്പ് എവിടെയോ വിട്ടുപോയിട്ടോ, അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റാത്തത്. അങ്ങനെ വാങ്ങിയെടുത്തതിന് ശേഷം ഒരിത്തിരി ചൂടൊന്ന് ആറിക്കഴിഞ്ഞപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലും വലുപ്പത്തിലും മുറിച്ചെടുക്കാവുന്നതാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ചായയുടെ കൂട്ടത്തിൽ കഴിക്കാൻ നല്ല രസമാണ്. പിന്നെ ചുമ്മാ കയറി ഇറങ്ങി കഴിച്ചുകൊണ്ട് നടക്കാനാണെങ്കിലും രസമാണ് കേട്ടോ. ഈ പിള്ളേരൊക്കെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കണമല്ലോ, അങ്ങനെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. ഇത് ഈ അമൃതം പൊടിയുടെ ടേസ്റ്റ് ഒട്ടും അറിയത്തില്ല. നമ്മൾ അത്രയും പഴമൊക്കെ ചേർത്തുകൊണ്ട് വെള്ളം ഉരുക്കിയതുമൊക്കെ ചേർത്തില്ലേ, അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് മുന്നിൽ നിൽപ്പുണ്ട്. അപ്പം നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അമൃതം പൊടി ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഇത് കഴിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അമൃതം പൊടി കയ്യിൽ കിട്ടുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചേക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. വല്ലപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.